പക്ഷേ ഇപ്പോൾ ഈ ബോയ്ക്കോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സികളൊക്കെ വരുമ്പോഴാണ് ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ, ഈ ശരിയാ കംപ്ലൈൻ്റ് ആണെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് അപ്പം അതിൽ പെടൂല. ലൈക്ക് ഇങ്ങനെ ബോയ്ക്കോട്ടിങ് ഇങ്ങനെ ഒരു ലാർജർ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇത് അതിൽ ഉൾപ്പെടൂല. ഇല്ല, അത് ശരി. എന്താ അറിയോ, അതിന് പറഞ്ഞ പോലെ മറ്റേ അതിനും കാരണങ്ങളുണ്ട് പലപ്പോഴും. ഈ അതിന് പല വശങ്ങൾ പറയേണ്ടതുണ്ട്. ബേസിക്കലി ഇതിനെ നമ്മൾ ശരിയായ സ്ക്രീനിങ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിൽ ഇത്തരം എലമെൻറ്റുകൾ പലപ്പോഴും വരാറില്ല. നമ്മൾ ബോയ്ക്കോട്ട് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എല്ലാവരെയും ഒരുപോലെ ലോകത്ത് നടക്കുന്ന ഇത്തരം പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതെല്ലാവരെയും ഒരുപോലെ ആളുകളൊക്കെ അതിൽ ആക്ഷൻ എടുത്ത് നിൽക്കാനാണ് പലപ്പോഴും. ഇൻഡിവിജ്വലി നമ്മൾ ഈവൻ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേണ്ടെന്ന് നോക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു തീരുമാനം നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു ബ്രാൻഡ് മാറ്റി വെക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നമ്മൾ ശീലിച്ചൊരു ബ്രാൻഡ് ഒരു പക്ഷേ മാറ്റി വെക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നമ്മുടെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത്തരം സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് നമ്മുടെ SIP ആയിട്ടോ ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഈ പാരാമീറ്റേഴ്സിൻ്റെ പരിമിതിയാണ്. അപ്പോൾ അതിൽ നടക്കേണ്ടത്, ഇപ്പോൾ ആ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ആ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ റിജിഡായ സംഗതിയാണ് എന്ന് ആരോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് ഖുർആാനും ഹദീസൊന്നും അല്ല ശരിക്ക്. ഖുർആാൻ്റെ ഹദീസിൻ്റെ ഒക്കെ ബേസിൽ ശരിയാ ബേസുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത എന്താ പറയുക ഫോം ചെയ്ത കാര്യങ്ങളാണ്. അത് ഡൈനാമിക് കൂടി ആവണം എന്നാണ് ഞാൻ പറയണത്. എന്ന് പറഞ്ഞാൽ അതിൽ ഇത്തരം സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ എന്ത് ചെയ്യണം, അതിൽ പരിഹരിക്കപ്പെടണം. അത് കേവലമായി ഇത്തരം യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, എല്ലാത്തെയും വിഷയങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഒരു പ്രകൃതിക്ക് വളരെ ഹാംഫുള്ളായ സാധനം, ഇപ്പോൾ ESG സ്റ്റാൻഡേർഡുകളുണ്ട് ലോകത്ത്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അതിൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ESGയുടെ ഭാഗമായിട്ട് നമ്മൾ ഗണിക്കാറുള്ളത്. ചെയ്യുന്നുള്ള ഗവേണൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മളുടെ ഇത്രയുള്ളൂ അതിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ പ്രകൃതിയെയും ചുറ്റുപാടിനെയും അവിടെയുള്ള വ്യത്യസ്തമായ ആളുകളെയും സംവിധാനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ടാവേണ്ടത് എന്നാണ് ESG സ്റ്റാൻഡേർഡുകളൊക്കെ പറയണത്. അപ്പോൾ അതിനോട് അലൈൻഡായിട്ട് എന്ത് ചെയ്യണം, ഒരു സാധനം എവിടെ വരണം, നമ്മുടെ പാരാമീറ്റേഴ്സിൽ വരണം. ഒരു പക്ഷേ ആ പാരാമീറ്റർ ഓപ്ഷനിലാണ്. ഇപ്പോൾ വ്യത്യസ്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ 100 ആളെടുക്കണമെങ്കിൽ ഇതിൽ ഈ ബോയ്ക്കോട്ട് സംവിധാനങ്ങൾ വേണമെന്ന് പറയുന്നവരുണ്ടാവും, വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും. ഞാൻ പറയുന്നത് രണ്ട് കൂട്ടരെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ എന്ത് ചെയ്യണം, ഈ പാരാമീറ്റേഴ്സ് ഓപ്ഷണലായിട്ട് വരണം. ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സാധനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അടുത്തൊരു പാരാമീറ്റർ വരിക. അപ്പോൾ ഞാൻ ഇതിനെ അനുകൂലിക്കുന്ന ആളെങ്കിൽ എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ കമ്പനീസൊക്കെ അത് മാറണം. വേറൊരാൾക്ക് വേറൊന്ന്, അതാണല്ലോ ശരിക്കും ബേസിക്കലി സംഭവിക്കേണ്ടത്. എന്നുവെച്ചാൽ കുറേ കൂടി ഇൻക്ലൂസീവ് ആവണം സംവിധാനങ്ങൾ. അതിൽ ശരിക്കും പണിയെടുക്കേണ്ടത് ആരെന്ന് വെച്ചാൽ ശരിയ എക്സ്പേർട്ടുകളും ഒക്കെ തന്നെയാണ്. അത് നമുക്ക് കമ്പനികളെ മാത്രം പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഒരു അഡ്വൈസറി ഫേം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളടുത്ത് വരുന്ന ആൾക്കാർ ഇത് പറയണം, നിങ്ങൾ ഇതിൻ്റെ കൂടി കഴിയുന്ന സ്വഭാവത്തിലേക്ക് ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അപ്പം അത്രയും തോട്ട്സ് ഉണ്ടാവുന്നുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ആ തോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ സ്ക്രീനിങ് കൊടുക്കുന്ന കമ്പനികൾ അതിന് എത്രമാത്രം ഗവനിക്കുന്നുണ്ട്. ഒരു ഫണ്ട് മാനേജർക്കൊന്നും ചെയ്യാതിരില്ല. ആ ഫണ്ട് മാനേജർ എന്താ ചെയ്യുള്ളൂ, ഈ ശരിയാ സർട്ടിഫിക്കേഷൻ അതോറിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നുള്ള ഫണ്ട് കമ്പനി എന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പണി ആരുടെ അടുത്താണ്, ഈ ശരിയാ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ടീമാണ്. അപ്പോൾ അവർക്ക് ഈ ധാരണ ഉണ്ടാവണം. കാരണം അപ്പോഴേ അവർ പബ്ലിക്കിൻ്റെ ഒരു ഫീലിങ്ങിന് എന്ത് ചെയ്യുള്ളൂ, അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഞാൻ ടോട്ടലി ബോയ്ക്കോട്ടിങ്ങിനെ കുറിച്ച് ഫിനാൻസ് ലെവലിൽ എന്താണ് നിങ്ങളുടെ സ്റ്റാൻസ്, എന്താണ് ലൈക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം അതൊരു വളരെ പവർഫുൾ ആയിട്ട് ടൂളാണ്. അത് വന്ന വഴികൾ, അത് അതിൻ്റെ അക്കാഡമിക് ലെവൽ മുതൽ സാധാരണ നമ്മൾ കുടിക്കുന്ന കോഫിയിൽ വരെ എന്താ പറയുക, ബോയ്ക്കോട്ട് മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന
ഇടപെടലുകൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ വളരെ വലുതാണ്. ഓക്കെ, അതിന് സ്റ്റിൽ എല്ലാത്തിനെയും പോലെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള വർത്തമാനങ്ങളും മറ്റൊക്കെ വരുമ്പോൾ തന്നെ ഒരു 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 ഇൻഡിവിജ്വലിന് പലപ്പോഴും നമുക്കിപ്പോൾ ലോകത്ത് ഞാൻ പറഞ്ഞതിപ്പോൾ ഒരു ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ മാത്രമല്ല, പല സംഗതികളും ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ സിയോണിസം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഫാസിസം ഒരു ഭാഗത്തുണ്ട്, ഓക്കെ, റേസിസം വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഉപയോഗിക്കപ്പെടേണ്ട സാധനമാണ് ശരിക്കും ഈ ടൂളുകൾ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ എന്താ പറയുക പലതിൻ്റെയും കൺസ്യൂമേഴ്സ് ആവുകയും അവർ തന്നെ നിങ്ങൾ ഒപ്രസീവ് ചെയ്യപ്പെടുന്ന പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അബദ്ധം എന്നുള്ളത്. അപ്പോൾ അത് സംഭവിക്കരുത്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. എനിക്ക് എൻ്റെ ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ അത് കുറച്ചുകൂടി അതിൻ്റെ ഫ്രെയിം കുറച്ച് വിശാലമാവണം. അതെന്ന് വെച്ചാൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ട്രേഡ്, അത് പലതിലേക്കുള്ള ഇൻഡിക്കേഷനാണ് ശരിക്കും. അത് വളരെ പവർഫുള്ളായിട്ട് ടൂളാണ്. പല ഡിസിഷൻസിനെയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വലിയ സംവിധാനത്തിൻ്റെ കൂടി പേരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ആ നിലക്ക് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ വിസിബിളാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അപ്പോൾ അതിൻ്റെ ഒക്കെ വലിയ ഘടകം എന്താണ്, ട്രേഡാണ്. ഈ BDS മൂവ്മെന്റ് കുറച്ചുകൂടി വിശാലമായി കഴിഞ്ഞാൽ ആ നിലയിൽ BDS മൂവ്മെന്റ് എന്നുള്ളതിന് ഈ നിലക്കുള്ള അതേസമയം അതിൻ്റെ മറുവശം ഈ പറഞ്ഞ പോലെ പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മൾ കുറേ കമ്പനികളുടെ പുറത്ത് ചാടിക്കയറിയിട്ട് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. ശരിക്ക് നമ്മൾ അതൊരു വലിയ സംവിധാനമായിട്ട് ഒരു മൂവ്മെൻ്റായിട്ട് അത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പലപ്പോഴും അതിൻ്റെ കേരളത്തിലൊക്കെ പറയുമ്പോൾ വലിയ അളവിൽ അതിൻ്റെ പ്രചാരകരാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളതിൻ്റെ പല സംവിധാനങ്ങളുടെയും പല എഫേർട്ടുകളുടെയും ബെനിഫിഷ്യറീസ് മാത്രമായിട്ടാണ് പലപ്പോഴും ഉണ്ടാവില്ലെന്ന് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോ താങ്ക്സ് ആപ്പ് അറിയാം. അപ്പോൾ നോ താങ്ക്സ് ആപ്പ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു വലിയ എഫേർട്ടാണ് ശരിക്കും. അത് നമുക്കുണ്ടാക്കുന്ന എളുപ്പങ്ങളുണ്ട് ഈ ഒരു ആക്ഷനിൽ. പെട്ടെന്ന് നമുക്ക് ഒരു എന്താ പറയുക കുറച്ചും കൂടി അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ഒരു ഇമോഷണലായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമല്ലായിരുന്നു. അതിൽ ചില എവിഡൻസുകൾ ഉണ്ട് എന്നും അതിൻ്റെ ബേസിൽ നമ്മൾ ആക്ഷനിലേക്ക് പോകണമെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. എന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു ഓൾട്ടർനേറ്റീവ് എന്താ പറയുക ഒരു മാർക്കറ്റ് പെനട്രേഷൻ ശരിക്ക് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് നോക്കുമ്പോൾ ശരിക്കും അത്രയും പ്രൊഡക്റ്റുകൾ വേറൊരു ബിസിനസ്സായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, വേറെ കുറേ പ്രൊജക്റ്റുകളായിട്ട് വേറെ മറുഭാഗത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ ഒന്നിനും നമ്മൾ നോ എന്ന് പറയാൻ മാത്രമല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നമ്മൾ എന്ത് ചെയ്യണം, മറുഭാഗത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അതില്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ അതുണ്ടാക്കുന്നൊരു ട്രെൻഡ് വേറൊന്നായിരിക്കും. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റേസിസം അല്ലെങ്കിൽ ഫാസിസം, സിയോണിസം പോലൊക്കെയുള്ള കോൺസെപ്റ്റുകളോട് ആവാത്ത ആളുകൾ, അതാരാവട്ടെ, അത് മുസ്ലിം അങ്ങനെ ഹിന്ദു അങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണലോ ഈവൻ റിലീജിയസ് ആയിട്ടുള്ള വേർതിരിവ് പോലും ഇല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അവർ ഈ കോഴ്സിൽ നിൽക്കുന്നുവെങ്കിൽ കുറച്ചുകൂടി കളക്റ്റീവായിട്ടുള്ളൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് കമ്മ്യൂണൽ എഫേർട്ടല്ല ശരിക്കും. മറ്റ് പെട്ടെന്ന് ആളുകൾ കോളം തിരിക്കും. അല്ല, വേണ്ടത് ഇതാണ്. കാരണം എല്ലാവരും ഈ കോഴ്സിനോട് യോജിക്കുന്ന ആൾക്കാർ മുസ്ലിംസ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെയും സംരംഭങ്ങൾ ആ നിലക്ക് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നോ താങ്ക്സ് ആപ്പിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതിയിലോ പരിമിതപ്പെടാതെ അതിൻ്റെ ഒരു ബദൽ സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കൂടി വളർത്തുന്ന ഒരു എഫേർട്ടിലേക്ക് കൂടി ആ ശ്രമങ്ങൾ വരേണ്ടതുണ്ട് എന്നുകൂടി അതിൽ പറയേണ്ടതാണെന്ന് തോന്നുന്നു.